രാമരാജ്യം സമാഗതമായി എന്നാണ് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ RSS മേധാവി മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചത്. രാജ്യം അഭിപ്രായ ഭിന്നതകൾ മറന്ന് രാമരാജ്യത്തിന്റെ വരവിന് വേണ്ടി ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ മാറ്റി നിർത്തി പുരോഹിതന്മാരെ കൊണ്ടുവന്ന മോദി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കാർമ്മികനായി മാറുന്നു. ഇന്ത്യ അതിന്റെ മതേതര സ്വഭാവം കൈവിട്ട് കഴിഞ്ഞു. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ദീപക് പ്രകാശിലേക്ക്. ശ്രീ ദീപക് പ്രകാശ്, ഇന്ന് രാജ്യം മുഴുവൻ കാണിച്ച അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ കാർമ്മികരായി പ്രധാനമന്ത്രിയാണ് ആഗതനാവുന്നത്. ആ ചടങ്ങിന് വേണ്ടി സ്റ്റേറ്റ് ഭരണകൂടം എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടു എന്നും എത്ര സ്ഥലങ്ങളിൽ അവധി നൽകിയെന്നും നാം കണ്ടതാണ്. നമ്മൾ ഒരു സെക്യുലർ രാജ്യമാണ്, മതേതര രാജ്യമാണ് എന്ന ആ ചിന്ത കൈയൊഴിയാൻ സമയമായോ? ഒരു വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എസ്പെഷ്യലി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ജനിക്കുകയും എല്ലാ മതസ്ഥരുടെ കൂടെയും ജീവിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് നമ്മളുടെ എല്ലാം കാഴ്ചപ്പാടിലെ രാമരാജ്യം എന്ന് പറഞ്ഞത് എല്ലാവരും ഉൾക്കൊണ്ട ഒരു രാജ്യമായിരുന്നു. ഒരു വസുദൈവ കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാമരാജ്യം, ഒരു രാജ്യം. ആ ഒരു കാഴ്ചപ്പാട് ഒരു മോശം സംഭവിക്കുന്നുണ്ടോ? നിയമവിരുദ്ധമായി പിടിച്ചടക്കി ഒരു വിഭാഗത്തെ ആക്രമിച്ച് ഒരു ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഒരു ഭൂരിപക്ഷത്തിൻ്റെ ആക്രമണമായ ഒരു സംഭവം നിയമം പരിപൂർണമായും അനുശാസിക്കുന്ന രീതിയിൽ അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി വിധിയെല്ലാം പറഞ്ഞിട്ടും ഞങ്ങളൊക്കെ പഠിച്ച നിയമത്തിലൊരിക്കലും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് 2019 ജഡ്ജ്മെൻറ്റിൽ നമ്മൾ കണ്ടത്. അത് അന്ന് ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു സൂട്ട് തീരുമാനിക്കുമ്പോൾ ആ രണ്ട് കക്ഷികളുടെ അവകാശങ്ങൾക്ക് ഒരു പരിസമാപ്തി വരുത്തുമ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 142 ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ പറയുകയും പുതിയ രീതിയിലുള്ള ഈ പാർട്ടികൾ ഒരിക്കലും ആവശ്യപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വിധിന്യായമെല്ലാം, ഒരുപാട് പേജുള്ള വിധിന്യായമാണത്, 1000 അധികം പേജുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു കാര്യമായിരുന്നു ഇത്. ചോദ്യത്തിലേക്ക് വരാം. തീർത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി മാറിയില്ലേ, ഹിന്ദുക്കൾക്ക് മാത്രം ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രാജ്യമായി മാറുന്നില്ലേ എന്നൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. രാഷ്ട്രീയം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഇത് കാണുമ്പോൾ ഇത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് കാര്യങ്ങൾ പ്രബോധനം ചെയ്യാനും എല്ലാം അധികാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് പറയേണ്ട കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ ഒരു മതചടങ്ങിൽ വെച്ച് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുകയും ഒരു പ്രധാനമന്ത്രി ഒരു കാർമ്മികനായി മാറുകയും ഇന്ത്യയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന നമ്മുടെ 4 ശങ്കരാചാര്യന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കാർക്കും ഒരു രാഷ്ട്രീയമുള്ള ആളുകളല്ല. അവരെല്ലാം ജീവിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയുമുള്ള ആളുകളാണ്. ആ ഒരു അവസ്ഥയിൽ കേരളത്തിൽ വാർത്തകൾ വായിക്കുമ്പോൾ അതിന് ശരിയും തെറ്റും ഞാൻ പോകുന്നില്ല. ഒരു കല്യാണ ചടങ്ങോടുകൂടി ഒരു സ്റ്റേറ്റിലെ ഇലക്ഷൻ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യയിൽ ആകമാനമുള്ള ഇലക്ഷൻ്റെ പ്രചരണം എത്ര ഭംഗിയായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. എല്ലാ വീടുകളിലും, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു വലിയ ആഘോഷമാണത്. എല്ലാ വീടുകളിലും ഇത് മാറിയിരിക്കുന്നു. രാമരാജ്യത്തെക്കുറിച്ചോ രാമരാജ്യം നൽകുന്ന സുരക്ഷിതത്തെക്കുറിച്ചോ അതിന് നന്മയെക്കുറിച്ചോ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അജണ്ടയായി മാറുകയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം കുത്തകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി ആളുകളെ മുഴുവൻ വിഡ്ഢിയാക്കുന്ന രീതിയിൽ. കാരണം രാമനെ വിശ്വസിക്കാത്ത ആളുകൾ ഇന്ത്യയിലില്ലേ? ഒരുപാട് ആളുകൾ ഇന്ത്യയിലില്ലേ?
വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യേണ്ട വിശ്വാസികളുടെ ഇടയിലേക്ക് നിങ്ങൾ ഇത് മാത്രം വിശ്വസിച്ചാൽ മതി, ഇത് മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ, നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിയന്ത്രിക്കും എന്ന രീതിയിലേക്ക് പോകുന്നത് ഒരു മതേതര രാജ്യത്തിൻ്റെ സ്വഭാവമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിലക്കുന്ന രീതിക്കല്ല ഈ പോക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ഒരു തിരിച്ചറിവുണ്ടാക്കാനോ ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന സത്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരി. ശ്രീ ജയസൂര്യൻ, പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ മാറ്റി നിർത്തി, പാർലമെന്റിന്റെ ഭാഗമായ പ്രസിഡന്റിനെ മാറ്റി നിർത്തി പുരോഹിതരെ കൊണ്ടുവരികയായിരുന്നു. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശങ്കരാചാര്യന്മാരെ മാറ്റി നിർത്തി പ്രധാനമന്ത്രി കാർമ്മികനാകുന്നു. ഇന്ന് ആ ചടങ്ങിൽ RSS മേധാവി പ്രഖ്യാപിക്കുന്നത് രാമരാജ്യം ആഗതമാകുന്നു എന്നാണ്. ശരിക്കും ഈ ഇന്ത്യ അതിൻ്റെ മതേതര സ്വഭാവം കൈവിടിഞ്ഞുകൊണ്ട്, ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന സ്വഭാവം കൈവിടിഞ്ഞുകൊണ്ട് ഒരു പുതിയ യുഗത്തിലേക്ക്, പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് അജിംസ് ആകാംക്ഷപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് പോലെ ഈ മതേതരത്വം കൈവെടിഞ്ഞുകൊണ്ടൊന്നുമല്ല. മാത്രമല്ല, അജിംസ് ഈ വിഷയത്തെ തീരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അജിംസിൻ്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അതായത് ഒന്നെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് സത്യം പറയാൻ പറ്റില്ല, അതുകൊണ്ട് കള്ളം പറയുന്നു. അതായത് മുഖ്യ കാർമ്മികനായിട്ട് അവിടെ പങ്കെടുത്തത് വാരണാസിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിത്താണ്. അദ്ദേഹമാണ് മുഖ്യ കാർമ്മികൻ. അതുപോലെ തന്നെ അവിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യ ഗോപാൽ ദാസും ഉണ്ടായിരുന്നു. എല്ലാവരും ചാനലുകളിൽ കൂടി കണ്ട കാഴ്ചയാണ് ഇത്. മുഖ്യ കാർമ്മികൻ എന്നൊരു വാക്ക് ഇതുവരെ നമ്മളിപ്പോൾ ചർച്ച തുടങ്ങി 8 മിനിറ്റായി. ഞാൻ മുഖ്യ കാർമ്മികൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല, കാർമ്മികത്വം എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. പുറകോട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അതങ്ങനെ പറയരുത് എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് കാർമ്മികൻ എന്ന് പറഞ്ഞത്. മുഖ്യ കാർമ്മികൻ എന്ന് പറയരുതെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് കാർമ്മികൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ കാർമ്മികൻ എന്ന വാക്കാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും തെറ്റാണ്. അദ്ദേഹം കാർമ്മികനായിട്ട് അവിടെ പങ്കെടുത്തിട്ടില്ല. ഇത് ആദ്യം തന്നെ തിരുത്തണം. അങ്ങനെയുള്ള തെറ്റായ പ്രസ്താവനകൾ കൊടുത്ത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് മാധ്യമധർമ്മമല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. അദ്ദേഹം കാർമ്മികനുമല്ല, അദ്ദേഹം മുഖ്യ കാർമ്മികനല്ല, അദ്ദേഹം സഹകാർമ്മികനല്ല, അദ്ദേഹം ഉപകാർമ്മികനല്ല, ഒരു കാർമ്മികനുമല്ല. പ്രധാനമന്ത്രി ഒരു കാർമ്മികത്വവും വഹിച്ചിട്ടില്ല. പ്രധാനമന്ത്രി അവിടെ ചെന്നത് ക്ഷണിതാവായിട്ടാണ്, അതിഥിയായിട്ടാണ്. പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റിന് തോന്നി, ക്ഷണിച്ചു, പ്രധാനമന്ത്രി ചെന്നു. അങ്ങനെ പലരെയും ക്ഷണിച്ചു, 8,000-ഓളം പേരെ ക്ഷണിച്ചു. അപ്പോൾ അവരൊക്കെ ചെന്നു, അത്രയേ ഉള്ളൂ. 8,000 പേരെ ശ്രീകോവിലിൽ കയറി പൂജ അർപ്പിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ടോ ശ്രീ ജയസൂര്യൻ? മറുപടി പറയട്ടെ, തീർച്ചയായിട്ടും ഉണ്ട്. അതിലാദ്യം കയറിയത് പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ കുറച്ച് പേരാണ്. അവരിറങ്ങിക്കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ കയറും, അത്രേ ഉള്ളൂ. അവിടെ അതിനുള്ള സ്ഥലസൗകര്യമല്ലേ ഉള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ ക്ഷണിക്കപ്പെട്ടു, അദ്ദേഹം ചെന്നു. ഇനി ഹിന്ദുരാജ്യമായി മാറിയിട്ടില്ലേ എന്ന്, ഇത് ഹിന്ദുരാജ്യമാണ്. ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ട് ഇത് ഹിന്ദുരാജ്യമാണ്, ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ. ഇനി അത് പ്രത്യേകിച്ചൊരു ഹിന്ദുരാജ്യം ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഹിന്ദുരാജ്യം തന്നെയാണ്. അപ്പോൾ അത് ഒരു വിശ്വാസം മാത്രമുള്ളതിനെ അല്ല ഹിന്ദുരാജ്യം എന്ന് പറയുക. ഹിന്ദുരാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മതത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഭൂരിപക്ഷ മതത്തിന് ഇല്ലാത്തത്ര സ്വാതന്ത്ര്യം ന്യൂനപക്ഷ മതത്തിനുണ്ട്. മറ്റെവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങൾ ഉള്ളിടത്ത് ഇതുപോലെ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശം ന്യൂനപക്ഷത്തിനുള്ളതായിട്ട് കാണിക്കാമോ? ഇവിടെ ഹിന്ദുരാജ്യമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ബാക്കി എല്ലാ മതങ്ങളും ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ ചിന്താധാരകളും അംഗീകരിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ ഇത്തരമൊരവസ്ഥ ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണിക്കാമോ? ഈ ക്രൈസ്തവ രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജയസൂര്യൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത്, നിങ്ങൾ പറയുന്നത് പണ്ടേ ഹിന്ദു രാജ്യമാണെന്ന് പറയുന്നു. പണ്ട് ഇന്ത്യ എന്നൊരു രാജ്യമില്ല. 1947 മുതലാണ് ഇന്ത്യ എന്ന രാജ്യമുള്ളത്. ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന സെക്യുലറാണ്.
അതിനൊരു ഔദ്യോഗിക മതമില്ല. അപ്പോൾ നിങ്ങളിത് പണ്ടേ ഹിന്ദുരാജ്യമാണ്, ഇപ്പോഴും ഹിന്ദുരാജ്യമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ ഞാൻ ഉൾപ്പെടെ പലർക്കും സാധ്യമല്ല. അത് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. അല്ല, ഇവിടെ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജനാധിപത്യമുള്ളത്. ഈ ഭാരതത്തിൻ്റെ ഇന്ത്യ അതാണ്, അതിനു മുമ്പ് ഭാരതമാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഗാന്ധാരം ഇന്ന് അഫ്ഗാനിസ്ഥാന, അവിടെ ജനാധിപത്യം ഇല്ലല്ലോ. ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന സിന്ധ് ഇന്ന് പാകിസ്ഥാന, അവിടെ ജനാധിപത്യമില്ലല്ലോ. അങ്ങനെ അവിടെ ഒക്കെ മുറിഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ ഭാരതീയത നഷ്ടപ്പെട്ടത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായത് കൊണ്ടാണ്. എവിടെയാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷം? മാത്രമാണ് ഭാരതത്തിൽ നിങ്ങൾ എന്താണ് ജയസൂര്യൻ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജയസൂര്യൻ ഇന്ത്യ എന്ന സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ നിന്നാണ്. നമ്മൾ ഭാരതത്തെക്കുറിച്ചല്ല. ഭാരതം എന്ന് പറഞ്ഞാൽ അതിൽ കേരളമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന ഭാരതത്തിൽ കേരളമില്ല. നമ്മൾ ഇരിക്കുന്നത് സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അത് ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അതിനെയാണ് നിങ്ങൾ ഹിന്ദു രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അംഗീകരിച്ചു തരാൻ കഴിയാത്തവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആളുകളും. അത്രേ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ബഹുഭൂരിഭാഗം എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്തല്ല, കേരളത്തിന് പുറത്താണ്. ഓർക്കുക, ഇന്ത്യയുടെ 1% ഉള്ളൂ കേരളം. ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ എന്നൊന്നും വിചാരിച്ച് കളയരുത്. അങ്ങനെയൊന്നും ആരെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അതൊന്നും വിലപ്പോവില്ല. കാരണം ഭാരതം എന്താണെന്നും ഇന്ത്യ എന്താണെന്നും ഇന്ന് കണ്ടു. ഇന്ന് ഇവിടുത്തെ സമസ്തയും ഇവിടുത്തെ മുസ്ലിം ലീഗും വരെ ഇതിനെ അംഗീകരിച്ചല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നമുക്കിത്ര വിഷമം? അവർക്ക് ഈ കാര്യത്തെ അംഗീകരിക്കുകയും അത് ഒരു വിശ്വാസമാണ്, നടക്കട്ടെ എന്ന് അംഗീകരിക്കുകയും സുപ്രീം കോടതിയുടെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ആരെങ്കിലും എതിർത്തിട്ടില്ല ശ്രീ ജയസൂര്യൻ. അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ഉദ്ദേശം അതാണെങ്കിൽ നടക്കില്ല. അതിനെ ആരും അംഗീകരിക്കാതിരിക്കുക, അതിനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകുന്നത്, അതിനുശേഷം പ്രഖ്യാപിക്കുകയാണ് രാമരാജ്യം വരുന്നു എന്ന് RSS പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവം നഷ്ടപ്പെടുന്ന ഒന്നാണോ എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. ഒരിക്കലുമല്ല. ഇന്ത്യയിലെ മതേതര സ്വഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ആ പ്രഖ്യാപനം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമുള്ള രാജ്യമല്ല. രാമരാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാവരെയും അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യത്തിന്റെ പേരാണ് രാമരാജ്യം. അങ്ങനെയാണെങ്കിൽ ആ രാമരാജ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ ഇന്ത്യയെ നിങ്ങൾ? പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഇത് പണ്ട് മുതലേ അങ്ങനെയാണ്. പ്രഖ്യാപനത്തിന്റെ ആവശ്യമേ ഇല്ല, പ്രഖ്യാപിക്കുകയില്ല. ശരി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ത്യ പണ്ട് മുതലേ ഹിന്ദു രാജ്യമാണ്, അത് രാമരാജ്യം എന്ന ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണെന്നാണ് RSS മേധാവി ഇന്ന് പ്രഖ്യാപിച്ചത്. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. അത് പക്ഷേ അതിൻ്റെ മതേതര സ്വഭാവം കൈയൊടിഞ്ഞുകൊണ്ടല്ല, ഇവിടെ എല്ലാവർക്കും ജീവിക്കാം. പക്ഷേ ഇനി അതൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് BJP വക്താവ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അതൊരു സൂക്കേടാണ് ജിംസെ. ഒരു ഉന്മാദത്തിൽ പെട്ടുപോയിരിക്കുകയാണ് നമ്മുടെ BJP സുഹൃത്തുക്കൾ. അവരിപ്പോൾ എന്താണ് വിചാരിക്കുന്നത്? ഈ രാജ്യത്ത് തങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദേശീയ അധികാരത്തിൻ്റെ ബലം, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ സൗകര്യം അതുപയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിച്ച് ഭരണഘടനയുടെ റിപ്പബ്ലിക് എന്ന സങ്കല്പത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് RSSന്റെ തലവൻ വായി തോന്നിയത് വിളിച്ചു പറയുന്നത്. മോഹൻ ഭഗവത്ത് RSSകാർക്ക് വലിയ ആളായിരിക്കും, പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണ ചരിത്രം അറിയുന്ന ആളുകൾക്ക്, ഇന്ത്യ എന്ന ആശയത്തെ രൂപപ്പെടുത്തിയ ചരിത്രാനുഭവങ്ങളിൽ, അതിൻ്റെ ത്യാഗപൂർണമായ ചരിത്രഗതിയിൽ ആവേശമുള്ളവർക്ക്, അതിൽ പ്രതിബദ്ധതയുള്ളവർക്ക് ഈ RSSകാരനൊക്കെ എന്ത് പണിയായി ഈ രാജ്യത്ത് എടുത്തത് എന്ന് നമുക്കറിയാം. രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും പറഞ്ഞല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. രാമനും കൃഷ്ണനുമൊക്കെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസ സംവിഗ്ധതയോ ആരാധനാമൂർത്തികളോ ആവാം. പക്ഷെ നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളെയാകെ അടിമകളാക്കി അടിച്ചമർത്തിയ ഒരു സാമ്രാജ്യത്വത്തിനെതിരായിട്ട് സുദീർഘമായ സമരം നടത്തിയവരാണ്, ജയിലുകളിൽ പോയവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ തൂക്കുമരങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് പോലുള്ള അനവധിയായ യുദ്ധക്കളങ്ങളിൽ നമ്മൾ പൊരുതി വീണ് മരിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഒരു മുദ്രാവാക്യം വിളിച്ചു പോലും, ചോര പോകട്ടെ രാജ്യത്തിന് വേണ്ടി, മുദ്രാവാക്യം വിളിച്ചു പോലും ഒരു തുള്ളി ചോര ഈ നാടിന് വേണ്ടി സംഭാവന ചെയ്യാത്ത മാന്യന്മാരാണ്
ദേശീയ അധികാരത്തിന്റെയും കോർപ്പറേറ്റ് പണത്തിന്റെയും ബലത്തിലും അഹന്തയിലും കയറിയുന്നത്. ഈ രാജ്യം ഹിന്ദു രാജ്യമാണ്, പണ്ടേ ഹിന്ദു രാജ്യമാണ്. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി പ്രവിശ്യകളായി ഭിന്നിച്ച് വിഭജിച്ച് കിടന്നിരുന്ന ഈ രാജ്യത്തെ ഇന്ത്യ എന്ന ഒരു ഉത്കൃത വ്യവസ്ഥയിലേക്ക്, ഒരു യൂണിയനിലേക്ക് ഏകീകരിച്ചെടുത്ത ചരിത്രം പ്രഥമമായും അത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്. സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവും പട്ടേലും ഷേഖ് അബ്ദുള്ളയും ഒക്കെ നടത്തിയ നാട്ടുരാജ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ത്യ യൂണിയൻ ഉണ്ടായത്. ആ ഇന്ത്യ യൂണിയൻ ഒരു റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക്കിന്റെ അർത്ഥം മതത്തെ രാഷ്ട്രത്തിന്റെയോ മതത്തെ ഭരണത്തിന്റെയും അടിസ്ഥാനമാക്കാത്ത മൂല്യവ്യവസ്ഥയാണ്. അതൊരാധുനിക അർത്ഥത്തിലുള്ള സങ്കല്പമാണ്. പ്രാചീനതയുടെ കൂരിരുട്ടിൽ കഴിയുന്ന RSSകാർക്ക് ഈ രാജ്യം എന്നും മതരാഷ്ട്രമായിരിക്കും. അതൊരു ഉന്മാദമാണ്, ഒരു സൂക്കേടാണത്. ആ ഉന്മാദത്തിൽ പെട്ടുപോയ ആളുകൾ എന്തൊരു മടിയില്ലാതെയാണ്, എന്തൊരു ധൈര്യത്തിലാണ് കേന്ദ്ര ഭരണാധികാരത്തിന്റെ ഹൂങ്ക് ഉപയോഗിച്ച് ഈ രാജ്യം ഹിന്ദു രാജ്യമാണെന്ന് പറയുന്നത്. ഭരണഘടനാ അസംബ്ലിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ പാകിസ്ഥാൻ വിട്ടുപോയ സ്ഥിതിക്ക് ഇത് ഹിന്ദു രാജ്യമാക്കിക്കോട്ടെ എന്ന് ഹിന്ദു മഹാസഭയുടെ വലിയ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അപ്പൊ നെഹ്റുവും അതേപോലെ തന്നെ അംബേദ്കറുമൊക്കെ അതിന് നൽകിയ മറുപടി ഈ രാജ്യ രൂപീകരണത്തിന്റെ നിയമചരിത്രവുമായി ബന്ധപ്പെട്ട്, ഭരണഘടനാ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങൾ കഴിഞ്ഞ 10-30 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിന്റെ, ഭൂരിപക്ഷ മതധ്രുവീകരണത്തിന്റെ ഒരു അജണ്ടയിൽ നിന്ന് ഇപ്പോ തങ്ങൾക്കുള്ള കേന്ദ്രാധികാരം ഉപയോഗിച്ച് എല്ലാ ഭരണഘടനാ ധാർമ്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, റിപ്പബ്ലിക്കിന്റെ തലവൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. ആ ലജ്ജാകരമായ, ആ കുറ്റകരമായ അവസ്ഥയെ മറച്ചു പിടിച്ചുകൊണ്ട് ഇത് പണ്ടേ ഹിന്ദു രാജ്യമാണ്. ആര് ഹിന്ദു രാജ്യമാക്കിയിരുന്നു? ഇത് ഹിന്ദു രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ ഹിന്ദു രാജാക്കന്മാർ പലരും ഇന്ത്യയോടൊപ്പം ചേരാൻ തയ്യാറില്ലാത്തവരാ. ദോഗ്ര രാജാവ് മുതൽ ഈ തിരുവിതാംകൂർ രാജാവ് വരെയുള്ള ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ യൂണിയനിൽ ഞങ്ങളില്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാകുമെന്ന് പറഞ്ഞ് ബ്രിട്ടനും അമേരിക്കക്കൊക്കെ കത്തെഴുതിയതാ. ആ ചരിത്രഗതിയോടൊപ്പം നിന്നവരാ ഈ രാജാക്കന്മാരുടെ, ഹിന്ദു പ്രമാണിമാരുടെ സ്വതന്ത്ര രാഷ്ട്രവാദത്തോടൊപ്പം നിന്നവരാണ്. ഇപ്പൊ വന്നിട്ട് ഇത് രാമരാജ്യമാണ്, രാമരാജ്യം എന്നാൽ ഹിന്ദു രാജ്യമാണ്. രാമനും കൃഷ്ണനും ഒക്കെ ജനങ്ങളുടെ വിശ്വാസത്തിലെ ആരാധനയിലെ മൂർത്തികളാവാം. ആ ആരാധനാ മൂർത്തികൾ എന്ന നിലക്ക് അവർ ആദരവും ബഹുമാനവും എല്ലാ അർത്ഥത്തിലുള്ള അംഗീകാരവും അർഹിക്കുന്നു ജനമനസ്സുകളിൽ. എന്നാൽ അത് രാഷ്ട്രസ്വത്വമായി അവതരിപ്പിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് ജിൻസെ. ആ പ്രവണതയെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ മനസ്സ്, മതനിരപേക്ഷ ശക്തികൾ ഒരു കാരണവശാലും തയ്യാറാണ്. കുഞ്ഞിക്കണ്ണൻ, ഈ രാമരാജ്യം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്ത് ഗാന്ധിയാണ്. ഗാന്ധി പറഞ്ഞൊരു കാര്യം RSS ആവർത്തിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് ഈ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ഒരു ക്ഷണം ലഭിച്ചു, ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഒരു പ്രിവിലേജ് ഉപയോഗിച്ച് അദ്ദേഹം ആദ്യം അതിൽ പുഷ്പാർച്ചന നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനപ്പുറം ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും BJP ഉന്നയിക്കുന്നുണ്ട്. അല്ല, രാമരാജ്യം എന്നുള്ളത് ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ഇതിഹാസ കൃതിയുടെ, ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഒരു സാഹിത്യ പ്രകാശനപരമായ ഒരു സങ്കല്പനമാണ് ഗാന്ധിയുടെ രാമരാജ്യം. അത് നമ്മളെല്ലാവരും മനുഷ്യർ, മര്യാദരാമന്മാരായ ഭരണാധികാരികൾ ഉണ്ടാകുന്ന, നല്ല മനുഷ്യന്മാരുണ്ടാകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള രാമായണം പോലൊരു ഇതിഹാസ കൃതിയുടെ ഒരു അന്തർധാരയായി വർദ്ധിക്കുന്നത് മര്യാദരാമനാണ്. ഒരു ഉത്തമനായ പുരുഷൻ, ഉത്തരമായ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടാണ് രാമായണം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്താണ്, ഒരു ഇന്ത്യയിലെ ഒരു പൊതുബോധത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് രാമരാജ്യ സങ്കല്പം പറയാറുണ്ട്. ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രാമരാജ്യം മീൻസ് ഈ RSSകാർ മോഹൻ ഭാഗവത് പ്രതിദാനം ചെയ്യുന്ന ഭൂരിപക്ഷ മതത്തിന്റെ പേരിലുള്ള ബ്രാഹ്മണാധിപത്യമല്ല. RSS പറയുന്ന ഹിന്ദുരാജ്യം, ഹിന്ദുരാഷ്ട്രം ബ്രാഹ്മണിക്കൽ എജിമണിയാണ്, ബ്രാഹ്മണിക്കൽ അധീശത്വത്തെയാണ് അവരെ പ്രത്യയശാസ്ത്രത. എന്തിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് മറ്റൊരവസരത്തിൽ ആ വിചാരധാരയുമായി ധാര മുന്നോട്ട് വെച്ച് അവർ നാഷണൽ യൂണിറ്റി ഡിഫൈൻഡ് ഒക്കെ പോട്ടെ, അതൊക്കെ കുറച്ച് കടന്ന സാധനമാണ്. അതൊന്നുമില്ലാത്ത മയപ്പെട്ടൊരു സാധനമാണല്ലോ വിചാരധാര. ആ വിചാരധാര വെച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യാം. ആ വിചാരധാരയിലെ നിങ്ങളുടെ രാഷ്ട്രസങ്കല്പം എന്താ? നിങ്ങൾ പറയുന്ന രാഷ്ട്രസങ്കല്പം രാമരാജ്യമൊന്നുമല്ല. നിങ്ങൾ പറയുന്ന രാഷ്ട്രസങ്കല്പം ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ നിഷ്ഠൂരമായ ശൂദ്രവിരോധത്തിൻ്റെ, സ്ത്രീവിരോധത്തിൻ്റെ, സമത്വാശയങ്ങൾക്കെതിരായ കടുത്ത എതിർപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തെയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയൊക്കെ സാധൂകരിക്കുന്ന ഈ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തമൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുള്ള മിസ്റ്റർ ഗോൾവാൾക്കറുടെ വിരാട് പുരുഷ സങ്കല്പത്തെയൊക്കെ കുറിച്ചുള്ള വിശദീകരണം വായിച്ചു കഴിഞ്ഞാൽ
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഈ ത്രൈവർണികർക്ക് പുറത്തുള്ള ആരെങ്കിലും നിങ്ങൾ പറയുന്ന ഹിന്ദു രാജ്യത്ത് അംഗീകരിക്കുമോ? അപ്പോൾ ഹിന്ദു മതവിശ്വാസവും RSS പറയുന്ന ഹിന്ദു രാഷ്ട്രവും രണ്ട് കാര്യങ്ങളാണ്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ ഒരു വിശ്വാസപരമായ സങ്കല്പനത്തെയല്ല RSS പ്രതികരിക്കുന്നത്. അത് കൃത്യമായിട്ട് ത്രൈവർണികാധികാരത്തെയാണ്, മനുസ്മൃതിയാണ്, അത് കൃത്യമായ അനുവാദമാണ്. ആ അർത്ഥത്തിൽ മിസ്റ്റർ മോഹൻ ഭഗവത് പറയുന്ന ഹിന്ദു രാജ്യം ഒരു കാരണവശാലും എന്താണ് അതിനൊരു മൃദുവായ രീതിയിൽ പോലും അതിനോട് നമുക്ക് പ്രതികരിക്കാൻ പാടില്ല. അത് കടുത്ത ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് മോഹൻ ഭഗവത് നടത്തിയിരിക്കുന്നത്. ശരി കുഞ്ഞുകട, ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ അനിൽ ബോസ്, ഇവിടെ അല്പം മുമ്പാണ് ഒരു ട്വീറ്റ് കണ്ടത്. ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തിന് അത് വിട്ടു നിൽക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് രാഷ്ട്രീയ വേദിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ വേദിയായി ഉപയോഗിക്കുമ്പോൾ അതിന് അനുകൂലമായി തന്നെ നിലപാടെടുത്തവരാണ് ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാർ. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, ഇതൊരു മതപരമായ പരിപാടിയല്ല എന്നാണ് ശങ്കരാചാര്യന്മാരുടെ വെപ്പ്. അപ്പോൾ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നു. എന്നാൽ ശശി തരൂരിനെ പോലെ മുതിർന്നൊരു കോൺഗ്രസ് നേതാവ്, പ്രവർത്തക സമിതി അംഗം, ഈ പ്രതിഷ്ഠയുടെ ചിത്രം വെച്ചുകൊണ്ട് ജയ് സിയാറാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി നിങ്ങളുടെ വിട്ടുനിൽപ്പ് റദ്ദാവുകയാണ്. കാരണം അവിടെ നടന്നൊരു രാഷ്ട്രീയ പ്രതിഷ്ഠയാണെങ്കിൽ പിന്നെ ആ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് ജയ് സിയാറാം ഇന്നത്തെ ദിവസം വിളിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ റദ്ദാക്കുന്നതല്ലേ? അജിംസ് ഒന്ന് വ്യക്തമാക്കി എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, അങ്ങത് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ഞാനല്ല, നിങ്ങളെ വ്യക്തമാക്കുന്നത്. നിലപാട് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ. അല്ലല്ല, ഞാൻ പറയാം, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിൽ നിന്ന് പ്രതിഫലിച്ചുകൊണ്ടാണ് തരൂർ അങ്ങനെ ചെയ്തതെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന മറു ചോദ്യം ഞാൻ ചോദിച്ചാണ്. അജിംസ് വ്യക്തമാക്കിയാൽ ഞാൻ അതിന് മറുപടി പറയാം. എൻ്റെ ക്വസ്റ്റിൻ്റെ ആദ്യ ഭാഗം നിങ്ങളുടെ നിലപാട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചത്. കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ക്വസ്റ്റിൻ്റെ ആദ്യ ഭാഗം നിങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചർച്ചയിൽ പങ്കാളിയായത് ഇപ്പോഴാണ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം അതൊരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാരും ആ പരിപാടി ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് പറയുന്നു. ആ രാഷ്ട്രീയ പരിപാടിയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ആ പ്രതിഷ്ഠയുടെ ചിത്രം വെച്ചുകൊണ്ട് ജയ് സിയാറാം വിളിക്കുന്നത് നിങ്ങളുടെ നിലപാടിനെ റദ്ദാക്കുന്നതല്ലേ? അല്ല, ഞങ്ങളുടെ നിലപാട് എന്താണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലേ ഞാനിപ്പോൾ വിശദീകരിച്ചത്. അതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നതാണ് നിങ്ങളുടെ നിലപാട്. അതാണ് ഇതുവരെ പ്രഖ്യാപിച്ച നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലേ അത്? അജിംസ് അതിന് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട്, അജിംസിന് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ്. എന്നാൽ വിശദീകരിച്ചു തരൂ എനിക്ക് പ്ലീസ്. അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കളെ ക്ഷണിക്കുന്നു. ആ നേതാക്കൾ രാമക്ഷേത്രത്തിൽ പോകുന്നതിനെതിരായതുകൊണ്ടോ രാമനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ അല്ലാത്തവരോ പൂജിക്കുന്നതിനെതിരായതുകൊണ്ടോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് അങ്ങനൊരു സമീപനത്തിൻ്റെ ഭാഗമല്ല. ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻവിറ്റേഷൻ പ്രകാരം ആ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. ആ പങ്കെടുക്കാത്തതിൻ്റെ കാരണം അതിനെ രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സംഘപരിവാർ RSS ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ആരാണ് തീരുമാനമെടുക്കുന്നത്? പാർട്ടി ലീഡർഷിപ്പിൽ ക്ഷണം സ്വീകരിച്ചവർ. എന്നാൽ ഔദ്യോഗികമായി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ അയോധ്യ ക്ഷേത്രത്തിൽ പോകരുതെന്നോ രാമൻ്റെ പടം പോസ്റ്റ് ചെയ്യരുതെന്നോ രാമനെ ആരെങ്കിലും ദൈവമായി കാണരുതെന്നോ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ? എന്ന് തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു? അങ്ങനെ തീരുമാനമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും രാമക്ഷേത്രത്തിൽ പോകാം. ഞങ്ങൾ രാഷ്ട്രീയമായി ആരെയും വിലക്കിയിട്ടില്ല. രാമനെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു നേതാവോ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലാതെ അവരുടെ വ്യക്തിപരമായ രീതിയിലോ അഭിപ്രായ പ്രകടനത്തിനെ പാർട്ടി വിലക്കിയിട്ടില്ല. പാർട്ടിയുടെ ഔദ്യോഗികമായി നേതാക്കളായിരിക്കുന്ന 2-3 നേതാക്കളെ ട്രസ്റ്റ് ക്ഷണിച്ചപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ക്ഷണത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ ട്രസ്റ്റിനെ പ്രധാനമന്ത്രിയും RSS നേതാക്കളും മൊത്തത്തിലൊരു വാക്കിൽ പറഞ്ഞാൽ സംഘപരിവാറുകാരും രാഷ്ട്രീയവൽക്കരണം നടത്തുമ്പോൾ ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് 3 പേർ അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുകയാണ്. അതുകൊണ്ട് വേറൊരാൾ ശ്രീരാമ ജയം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ നിലപാടില്ല. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മനസ്സിലായല്ലോ?
അപ്പോൾ ഈ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ വ്യതിചലനമല്ല തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വ്യക്തമാക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മതം, വിശ്വാസം ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യമാണ്. അതിൽ ഒരു പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ക്ഷേത്രവും ഒരു രാഷ്ട്രീയ നേതാവുമല്ല അവിടെ പ്രതിഷ്ഠാകർമ്മമോ പ്രാണപ്രതിഷ്ഠയോ ഒക്കെ നിർവഹിക്കുന്നത്. അതിനൊക്കെ ആത്മീയാചാര്യന്മാരുണ്ടെന്നേ. ഇപ്പോൾ നടക്കുന്ന ഈ പ്രഹസനം ദൈവികമെന്ന് കരുതുന്ന മഹത്തായ രാമസങ്കല്പത്തെ പോലും അപമാനിക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, ഒരു ജനത അവരുടെ ആത്മീയതയുടെ അങ്ങ് പറയുന്നത് പാർട്ടിയുടെ നിലപാട് അങ്ങ് വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ DK ശിവകുമാർ, നാലാംകിട പാർട്ടിയുടെ കർണാടകയിലെ മന്ത്രി, കർണാടകയിലെ PCC അധ്യക്ഷൻ DK ശിവകുമാറിന്റെ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: ബെസ്റ്റ് വിഷസ് ഫോർ ദി ഇനോഗ്രേഷൻ ഓഫ് ശ്രീരാമ മന്ദിർ ഇൻ അയോധ്യ. ഇന്ന് 12 മണിക്കൂർ വിട്ടതാണ്. അതായത് ആ ഉദ്ഘാടനത്തെ പറ്റിയാണ് അങ്ങ് പറഞ്ഞത്. അത് രാഷ്ട്രീയ പരിപാടിയാണ്. ആ ഉദ്ഘാടനത്തെ പറ്റിയാണ് പറഞ്ഞത്. ആത്മീയാചാര്യന്മാരെ മാറ്റി നിർത്തി രാഷ്ട്രീയം കളിക്കുകയാണ് BJP. അതിന് ആശംസ അർപ്പിക്കുകയാണ് DK. ഇല്ല, അതല്ല അതിൻ്റെ കാര്യം. രാമക്ഷേത്രം നിയമത്തിന് വിധേയമായി നിർമ്മിക്കപ്പെടുന്നു, അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആശംസകൾ ആരെങ്കിലും നേരുന്നു എന്നതൊരിക്കലും ഒരു തെറ്റല്ല. വീണ്ടും ഞാൻ ക്ലാരിറ്റി വരുത്തി തന്നെ പറയുകയാണ്, അതൊരു തെറ്റല്ല. പക്ഷേ അവിടെ നടക്കുന്ന രാഷ്ട്രീയ മാമാങ്കം അത് ട്രസ്റ്റും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ ചേർന്ന് നടത്തുന്ന ചൂതാട്ടം, രാഷ്ട്രീയ ചൂതാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതിനെ ഞങ്ങൾ വിമർശിക്കുന്നു. രാമക്ഷേത്രത്തെ, അതിൻ്റെ പ്രവർത്തനത്തെ ആശംസിക്കുന്നതിന് എന്താ കുഴപ്പം? അതും BJPയുടെ അജണ്ടയും BJPയുടെ രാഷ്ട്രീയ പ്രചരണവും രാഷ്ട്രീയ നാടകങ്ങളും രണ്ടാണ്. അതിനെ രണ്ടായിട്ട് കാണുക. ഇതിനു മുമ്പ് നമ്മളൊന്നിച്ച് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. ഞാൻ ആ ചർച്ചയിലും പറഞ്ഞല്ലോ. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു രാമഭക്തനാണ്. രാമനാമം ജപിച്ച് വളർന്ന ഒരു വീട്ടിൽ ജനിച്ച ഒരാളാണ്. ബാബറി മസ്ജിദ് എന്നോ രാമജന്മഭൂമി എന്നോ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തന്നെ ഞാൻ രാമനെ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ആ രാമനൊരു ക്ഷേത്രം ഉയരുന്നു, ആ ക്ഷേത്രം അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. നല്ല കാര്യം, നടക്കട്ടെ. പക്ഷേ അവിടെ നടക്കുമ്പോൾ ആ ട്രസ്റ്റ് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് നടത്തിപ്പുകാരാണ്. ആ നടത്തിപ്പുകാർ കാണിക്കുന്ന മര്യാദഘടനയെ നമ്മൾ എതിർക്കുമ്പോൾ രാമൻ എന്ന ദൈവസങ്കല്പത്തെ നമ്മൾ എതിർക്കുന്നില്ല. അതിനെയാണ് നിങ്ങൾ രണ്ടായിട്ട് കാണണം. രണ്ടായിട്ട് കാണുക. മനസ്സിലായില്ലേ? ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം ബോധപൂർവം ഒരു വിശ്വാസ സമൂഹത്തെ വിൽപ്പന ചിറക്കാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതിനർത്ഥം രാമനെ എതിർക്കുന്നു എന്നോ രാമൻ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിനെ എതിർക്കുന്നു എന്നോ അല്ല. അതിന് രണ്ടായിട്ട് കാണാം ജിംസേ. ആ വ്യക്തതയോട് കൂടി സംസാരിക്കുക. ശരി, കോൺഗ്രസിന് ഈ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് മതം, വിശ്വാസം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ശരി. ശ്രീ ദീപക് പ്രകാശ്, ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര്യനും അനിൽ ബോസും വിശദീകരിക്കുന്നത് പ്രകാരം, ഇപ്പോൾ ജയസൂര്യൻ വിശദീകരിക്കുന്നത് ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല, അതല്ലാതെ തന്നെ ഒരു ഐഡിയൽ എന്ന നിലയിൽ ഈ പറയുന്ന രാമരാജ്യം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ രാമരാജ്യത്തിലെ ഗവേണൻസ് അനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാം. അതൊരു സാംസ്കാരിക അർത്ഥത്തിലാണ്, അല്ലാതെ നാളെ മുതൽ സെക്യുലറിസം കൈവിടുന്നില്ല. അതല്ലാതെ തന്നെ ഇത് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭ, രാജ്യസഭാ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ഡിഫൈൻ ചെയ്ത പാർലമെൻറ്റിൻ്റെ ഭാഗമായ പ്രസിഡന്റിനെ ക്ഷണിക്കുക പോലും ചെയ്യാതെ പുരോഹിതരെ കൊണ്ട് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അവരെ കൊണ്ട് പൂജ കഴിപ്പിച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത്. അപ്പോൾ അത് നിയമപരമായി തെറ്റാണോ? അത് ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഭരണഘടന ഒരു സ്ഥലത്ത് ഒരു ടെക്സ്റ്റായിട്ട് ഇരിക്കുന്നു, മറ്റു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന രാമരാജ്യ പ്രഖ്യാപനം ഒരു ഭരണഘടനാ ഭേദഗതി കൂടാതെ തന്നെ നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ എന്നുള്ളത് എന്ന് കാണണ്ടേ? തീർച്ചയായും അതുപോലെ തന്നെ കാണേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും എല്ലാം ആയിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതികളിലോ ഈ കാര്യങ്ങൾ ഒന്ന് പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഒരാളും തന്നെ ആ സ്ഥിതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാനാവാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. നിയമമാണ് സംസാരിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഭരണഘടന സെക്യുലറാണ്, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആയിട്ടുള്ളൊരു ഭരണഘടനയാണ്. ആ ഭരണഘടന പ്രകാരമാണ് നമ്മളുടെ ഭരണം നിർവഹിക്കുന്നത് എങ്കിൽ അതിൻ്റെ അന്തസത്ത കാത്തു സൂക്ഷിച്ച് മാത്രമേ കഴിയൂ. ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അവർക്ക്
തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താം. ഇതൊരു ലീഗാലിറ്റിയുടെയും മൊറാലിറ്റിയുടെയും പ്രശ്നമാണ്. ഒരു മോറലായിട്ടുള്ള കാര്യം നമ്മൾ തെറ്റിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഒരു ശിക്ഷയൊന്നും പറയുന്നില്ല. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും പ്രചരണം നടത്തുന്നതും നടത്താതിരിക്കുന്നതും തന്നെ എല്ലാവരുടെയും അഭിപ്രായമാണ്. അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മളുടെ ഭരണഘടനയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ ഇത് ഒരു മതാധിഷ്ഠിതമായ രാജ്യമായി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ നിയമത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. ഈ രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു മാറ്റം, കാരണം ഈ ഒരു മാറ്റം നമ്മുടെ രാജ്യത്തിലെ ജുഡീഷ്യറിയിലും മറ്റുള്ള എല്ലാ മേഖലകളിലും വരാറുണ്ട്. ഇത് ഞാൻ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മതവിരുദ്ധതയോ ഒന്നുമായി പറയുന്നതല്ല. ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹൈക്കോടതിയിലേക്ക് സെലക്ട് ചെയ്ത ജഡ്ജിമാരുടെ രീതി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്തർധാര ഉള്ള ആളുകളുടെ ഒരു വലിയ കുത്തൊഴുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ UP-യിൽ നിന്നും മറ്റുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം ചില ജഡ്ജ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിലേക്കും പോകാറുണ്ട്. അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ജുഡീഷ്യറിയിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു തരത്തിലും ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ ഒരിക്കൽ കൂടി ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു മാറ്റം ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള, ഇപ്പോൾ നമ്മുടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ രാമരാജ്യം എന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് എതിർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, രാമനെയോ കൃഷ്ണനെയോ ബുദ്ധനെയോ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുനാനാക്കിനെയോ എല്ലാവരെയും ഫോളോ ചെയ്യാനും അവരുടെ ബോധനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് ഒന്നിലേക്കായി മാറുമ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ അന്തസത്തയ്ക്ക് കോട്ടം തട്ടുന്നുണ്ടോ? ഒന്ന് മാത്രം മതി, അതുപോരല്ലോ, എല്ലാം വേണ്ടേ? അതിൽ ഉയർന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗത്തിന് മാത്രമായി ഇത് ഒതുക്കി കൊണ്ടുപോകണം, അവർക്ക് വേണ്ടി ഇത് മാറ്റപ്പെടണം എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ഒരു കാരണവശാലും നമ്മുടെ രാജ്യം ഇത്രയും വർഷമായി 75 വർഷത്തിൽ അധികമായി സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള നമ്മുടെ രാജ്യം ഒരു വലിയ രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തികളെ അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് നോക്കണം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ രാജ്യത്തിന് അന്തർദേശീയ തലത്തിൽ കിട്ടുന്ന നമ്മളുടെ ഒരു സാധ്യതയും അതിനുള്ള ഒരു അംഗീകാരവുമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടി ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാധാരണക്കാർ, പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ, രാജ്യത്തിൻ്റെ പട്ടിണി നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ത്തലിലേക്ക് പോവുകയാണ്. ഈ വികസനം എന്ന കാര്യങ്ങൾ പോലും ഒരു പരിധിയിൽ കൂടുതലായി സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു സങ്കല്പം. അതൊരു ഉദാഹരണമായി പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി, അതിൽ ഒരു 10 കോടി ആളുകൾക്ക് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി അവർക്ക് ഗ്യാസ് കിട്ടിയില്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ, നിങ്ങൾക്ക് 15,000 രൂപ ഇവരാരെങ്കിലും കാശ് ചോദിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നൊരു സംഭവമുണ്ട്. അവർക്കാകെ 1.5 ലക്ഷം രൂപയാണ് ആ വീട് വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ആ പോയിരിക്കുന്ന വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ സ്വഭാവമൊന്നും അതിനില്ല, ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്രവർത്തനം. ആ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതേ സാധാരണക്കാരൻ കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ പ്രധാനമന്ത്രി 2 വട്ടമായി അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇവിടെ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റായി മാറ്റാൻ കഴിയും, അത് നിങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ആ തിയോക്രസിയുടെ എല്ലാ സ്വഭാവവും ഭരണകൂടം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടതാണ്. ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രകടനം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അത് മനസ്സിലാവുന്നതാണ്. ഭരണകൂടം എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒന്നാണ് രാമരാജ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം
നമുക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല, എല്ലാവരോടും ഒരുപോലെയൊന്നും അല്ല പെരുമാറുന്നതെന്ന് അനവധി ഉദാഹരണങ്ങളുണ്ട് എന്നും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും അത് പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളത്. നമ്മുടെ അയൽവക്കത്തായാലും ലോകത്ത് മറ്റെവിടെയായാലും നിങ്ങൾ ഭരണഘടന മാറ്റാതെ ആ രീതിയിലേക്ക് അതിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യൻ ജനത അത് അംഗീകരിച്ച് തരുമോ നിങ്ങൾ? അജിംസിൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ചർച്ചാ വിഷയവുമാണ് ഇത്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മതരാജ്യമാണ്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദുത്വം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് മതമല്ല, അത് ധർമ്മമാണ്. മതം എന്ന് പറയുന്നതും ധർമ്മം എന്ന് പറയുന്നതും രണ്ടാണ്. ഒരു ധർമ്മത്തിനുള്ളിൽ ആയിരക്കണക്കിന് മതങ്ങളുണ്ടാവാം. കാരണം മതം എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രം ശരി, മറ്റുള്ളവർ തെറ്റ്, അതാണ് മതം. എന്നാൽ ധർമ്മം അങ്ങനെയല്ല. ഞാനും ശരി, നീയും ശരി, എല്ലാ ശരികളെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, അതാണ് ധർമ്മം. ഭാരതത്തിന് വെളിയിൽ ഒരു രാജ്യത്തും ധർമ്മം എന്ന് പറയുന്ന സങ്കല്പമില്ലാത്തത് കൊണ്ട് അവിടെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അവർക്കത് മാത്രമേ മനസ്സിലാവൂ. പക്ഷേ ഭാരതം അങ്ങനെയല്ല. ഭാരതത്തിൽ ധർമ്മം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി ഹിന്ദുത്വത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, ഹിന്ദു ഒരു മതമല്ല, അതൊരു ദേശീയതയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പബ്ലിക് ലിറ്റിഗേഷനൊന്നുമായിട്ട് ആരും ഹിന്ദു മതമല്ല, ഹിന്ദു ദേശീയതയാണെന്നല്ല സുപ്രീം കോടതി ആ വിധിന്യായത്തിൽ പറയുന്നത്. ഹിന്ദുത്വ ഒരു കൾച്ചറാണ് എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കരുത്. കൾച്ചറാണെന്നാണ് പറഞ്ഞത്. ആ കൾച്ചർ എന്ന് പറയുന്നതും ദേശീയത എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ജയസൂര്യൻ. അത് തന്നെയാ പറയുന്നത്. വലിയ വ്യത്യാസമുണ്ട്. അത് ഒരു വ്യത്യാസവുമില്ല. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു വ്യത്യാസവും ഇല്ല. അതായത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ കൾച്ചറാകുമ്പോൾ അതിന് സാംസ്കാരിക ദേശീയത എന്ന് പറയും. ആ സാംസ്കാരിക ദേശീയതയാണ് ഹിന്ദുത്വം. അതുള്ളത് കൊണ്ടാണ് ഇവിടെ ജനാധിപത്യം ഉള്ളത്. അതില്ലെങ്കിൽ ഹിന്ദുത്വം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സംസ്കാരമാണ് എന്ന് നിങ്ങൾ ആരാ പറഞ്ഞത്? അഫ്ഗാനിസ്ഥാൻ പോലെ നമ്മൾ ഇരിക്കുന്ന 4 പേരിൽ ഭൂരിഭാഗത്തിന്റെയും കൾച്ചർ അതല്ല. അല്ല, ഭൂരിഭാഗത്തിൻ്റെ കൾച്ചർ അതായതുകൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ ഇപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നത്, ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുക്കുന്നത്. അതല്ല എങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പോലെ നമ്മൾ മാറിപ്പോകുമായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഇവിടെ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡെമോക്രസിയുടെ ഏറ്റവും മനോഹരമായ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിന്റെ ഗുണമാണ്, അല്ലാണ്ട് ഹിന്ദുത്വയുടെ ഗുണമല്ല. അത് നിങ്ങളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് ഹിന്ദുത്വത്തിൻ്റെ ഗുണമായതുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ആകാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആ ഗുണം ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്, ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം, തടസ്സപ്പെടുത്തരുത്. അതായത് സ്വാതന്ത്ര്യത്തിന് 2 ദിവസം മുമ്പ് ഒരു ബ്രിട്ടീഷ് പത്രലേഖകൻ ഗാന്ധിജിയെ കാണാൻ വന്നപ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, ഈ പല മതങ്ങളും പല വ്യത്യാസങ്ങളുമുള്ള ഭാരതത്തിൽ എങ്ങനെ ജനാധിപത്യം പച്ചപിടിക്കും? അദ്ദേഹം ഒരൊറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, ഭാരതം രാമനെ അറിയുന്ന നാടാണ്, രാമായണത്തെ അറിയുന്ന നാടാണ്, അതുകൊണ്ട് അവരെ ജനാധിപത്യം പഠിപ്പിക്കേണ്ടതില്ല. ഈ രാമനും രാമായണവും വളരെ വ്യക്തമായി രാഷ്ട്രീയ ഗ്രന്ഥമാണ്. അയോധ്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തെയും കിഷ്കിന്ധ എന്ന് പറയുന്ന നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് ജയസൂര്യൻ. രാമായണത്തിൽ ജനാധിപത്യം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതേ രാമായണത്തിലാണ് ബാലിയും സുഗ്രീവനും ഒക്കെ ആക്രമിക്കപ്പെടുന്നത്. ബാലിക്കും സുഗ്രീവനും ലഭിക്കാത്ത ജനാധിപത്യ അവകാശങ്ങൾ ഇന്ത്യ എന്ന രാമരാജ്യത്തിൽ ലഭിക്കുമെന്ന് ഇനി ഗാന്ധിജി പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടെന്നേ. അത് തന്നെയാണ്. അല്ലെന്ന് ഞാനൊന്ന് ഇപ്പൊ കണ്ടോ, ഇപ്പൊ അജിംസിന്റെ ആ ഒരു വിഷമം കണ്ടോ? ഞാനൊന്ന് വിഷമമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് രാമായണത്തിൽ കൊണ്ടെത്തിക്കുന്നു. ആ ജനാധിപത്യത്തിന്റെ റൂട്ട് മറ്റു പലയിടത്തും ഉണ്ടെന്ന് വാദിക്കാൻ വേണ്ടി ആളുകളുണ്ട്. അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കാൻ അനുവദിക്കാത്തത്, സംസാരിക്കാൻ അനുവദിക്കാത്തത് ഞാൻ ഒന്ന് പറഞ്ഞു 3 സെന്റൻസ് പറയാൻ എന്നെ ഒന്ന് അനുവദിക്കുമോ? 3 സെന്റൻസ് പറയാൻ അനുവദിക്കുമോ? രാമായണത്തിൽ പറയുന്നത് അയോധ്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം, കിഷ്കിന്ധ എന്ന് പറയുന്ന ഏകാധിപത്യ രാജ്യം, ലങ്ക എന്ന് പറയുന്ന വംശാധിപത്യ രാജ്യം. ഇതിനെ ലോകത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം രാമായണമാണ്. അപ്പോൾ ആ രാഷ്ട്രീയമാണ് ഭാരതം കണ്ടത്. കാരണം എന്താണ് ഏകാധിപത്യം, എന്താണ് വംശാധിപത്യം, എന്താണ് ജനാധിപത്യം, ഇതിനെ അവതരിപ്പിക്കുകയാണ് രാമായണം ചെയ്തത്. അതിൽ രാമൻ്റെ ആ രാജ്യമാണ് ഈ ഭാരതം മാതൃകയായി കണ്ടതും സ്വീകരിച്ചതും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ.
അത് രാഷ്ട്രീയമാണ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇത് രാഷ്ട്രീയമായി BJP മുതലെടുക്കുന്നുണ്ടോ? ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നു. രാമക്ഷേത്രം പണിയും എന്ന് ഞങ്ങൾ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വോട്ടുമേടിച്ച് ഭൂരിപക്ഷം കിട്ടി ജയിച്ചവരാണ്. ഞങ്ങൾ രാമക്ഷേത്രം പണിതു, ഞങ്ങൾ രാമക്ഷേത്രം പ്രതിഷ്ഠിച്ചു, ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു. അതിന് ജനാധിപത്യം ഒട്ടും പേടിക്കേണ്ട, മതേതരത്വം ഒട്ടും ഭയപ്പെടേണ്ട. അത് വളരെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകും. ശരി, ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇത് ഭരണഘടന മാറ്റിയൊന്നും ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ മാറ്റാൻ ആവശ്യമായ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു കൾച്ചറൽ സാഹചര്യം, സാംസ്കാരിക സാഹചര്യം ഇന്ത്യയിൽ സംജാതമായി കഴിഞ്ഞു. അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് BJP പ്രകടിപ്പിക്കുന്നത്. അതെ BJP കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ ഇന്ത്യൻ ജനതയുടെ യുക്തിയെ തന്നെ തകർക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ ഓഫ് റീസൺ എന്നുള്ളത് ഫാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണിയാണ്. ഒരു ജനതയുടെ യുക്തി നശിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ജയസൂര്യ എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം ഇന്ത്യൻ സംസ്കാരം, ഹിന്ദു അതൊരു ധർമ്മമാണ്, മതമല്ല എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കേണ്ടി വരുന്ന ദുരിതമാണ്, ദുഃഖമാണ് ഈ രാജ്യത്തുള്ളത്. എന്താ ഇന്ത്യയിലെ ഹിന്ദു ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജയസൂര്യ, ബീഫ് കഴിച്ചാൽ അത് നമ്മുടെ സംസ്കാരത്തിനെതിരെ. ഏത് സംസ്കാരത്തിനെതിരെ? ഇന്ത്യയുടെ വേദേതിഹാസങ്ങളുമായി നിങ്ങളുടെ ഹിന്ദുത്വത്തിന് എന്ത് ബന്ധമുള്ളത്? അതിനെ ബ്രാഹ്മണിക് എജിമണിയല്ലാതെ നിങ്ങൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ വേദ ഇതിഹാസങ്ങളിൽ, വേദ സാഹിത്യ നിരൂപണങ്ങളിൽ എവിടെയെങ്കിലും ബീഫ് അനഭിമതമായ ഒരു മ്ലേച്ഛ ഭക്ഷണമായിട്ട് കരുതുന്നുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്ത് ബീഫിൻ്റെ പേരിൽ എത്ര മനുഷ്യരെയാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ജയ് ശ്രീരാം വിളിച്ച് കൊല ചെയ്തത്? ഇത് ശ്രീരാമൻ അംഗീകരിക്കുമോ? എന്നിട്ട് പറയാ ഞങ്ങളുടെ ധർമ്മമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഹിജാബ്, വ്യത്യസ്തമായ വേഷങ്ങൾ പാടില്ലേ? നിങ്ങളൊരു പ്രത്യേക മതത്തിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വസ്ത്രമാണ് ഹിജാബ്, അത് അനുവദിക്കില്ല. എന്താണ് ആ ഹിജാബ്? ദേശീയതക്കെതിരാണ്. ഇതാണല്ലോ കർണാടകയിൽ നിങ്ങൾ നടത്തിയ പ്രകടനങ്ങൾ. നിങ്ങൾ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് നടത്തിയ കടന്നാക്രമണം അതാണല്ലോ. ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ ABVP-ക്കാരെ ഇറക്കി നിങ്ങൾ ആക്രമിച്ചില്ലേ? അപ്പം ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ ഹിന്ദുധർമ്മം ഇതാണോ? അപ്പം ഹിന്ദുധർമ്മം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാചകടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബ്രാഹ്മണിക്കലായ ഐഡിയോളജിയാണ്, ബ്രാഹ്മണിക്കലായ ആധിപത്യം ഈ രാജ്യത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ ഓർഗനൈസർ, നിങ്ങളുടെ ഓർഗൻ, ആ ഓർഗൻ 1949 നവംബർ 30 ലക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന തലക്കെട്ടിൽ എഴുതിയ എഡിറ്റോറിയൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും മനുസ്മൃതിയെ, മനുവിൻ്റെ നിയമങ്ങളെ കാണാത്ത, ഉൾക്കൊള്ളാത്ത ഒന്നിനെയും അംഗീകരിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. മനുവിൻ്റെ നിയമങ്ങൾ എന്താണ്? അത് ബ്രാഹ്മണിക്കലാണ്. ജയസൂര്യക്ക് സംശയം ഉണ്ടാകാം, ജയസൂര്യ വാദിച്ചേക്കാം മനു ഭയങ്കര ധർമ്മവാദിയാണെന്ന്. പക്ഷേ ശൂദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്ന് പറയുന്ന ഈ ത്രൈവർണികൾക്ക് താഴെയുള്ള എല്ലാ ജാതി സമൂഹങ്ങളും നീചജന്മങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിൽ മഹാപാപങ്ങൾ ചെയ്തവരാണ് ഇവിടെ ശൂദ്രരായിട്ടും സ്ത്രീകളായിട്ടൊക്കെ ജനിക്കുന്നത് എന്ന കർമ്മഫല സിദ്ധാന്തം അവതരിപ്പിക്കുന്ന നിങ്ങൾ. അപ്പോൾ ആ സിദ്ധാന്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്താണ് ശങ്കരൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്താണ് ബ്രഹ്മവിദ്യാവാചകടിയാണ് ജയസൂര്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയസൂര്യയുടെ ഈ വാചകവടിക്ക് ഇടയിൽ നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ മതാണെന്ന് ചോദിക്കും, അദ്ദേഹം ധർമ്മമാണെന്ന് പറയും. നമ്മൾ വിശ്വാസമാണെന്ന് ചോദിക്കും, അല്ല അത് ചരിത്രമാണെന്ന് പറയും. നമ്മൾ ചരിത്രമാണോ എന്ന് പറയുമ്പോൾ അല്ല അത് വിശ്വാസമാണ്. അപ്പോൾ ഇവരെങ്ങനെ തുടങ്ങും? ഇവർ മായാരാക്ഷസന്മാരാണ്. രാമായണത്തിൽ രാമൻ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ച രാവണവംശം, അതായത് മായാരാക്ഷസ വംശത്തിൽപ്പെട്ട ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഈ RSSകാർ പറയുന്നത്. ഇതിന് ഹിന്ദു എന്ന വാക്കല്ല, സവർക്കറിസമാണിത്. ഇത് അസൽ സവർക്കറിസമാണ്. കൊളോണിയൽ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ ബ്രാഹ്മണിക്കൽ എജിമണിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രസങ്കല്പമാണ് ഹിന്ദുത്വയിലൂടെ മിസ്റ്റർ സവർക്കർ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇവിടെ ജയസൂര്യയും മോഹൻ ഭഗവത്തും ഒക്കെ വാദിച്ചു നിൽക്കുന്നത് സവർക്കറിസത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ സംസ്കാരം എന്നുള്ള വാക്കൊക്കെ കൊടുത്ത് അതിനെ അങ്ങനെ അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു സംസ്കാരവുമില്ല. മനുഷ്യവംശം നേടിയ ആ മനുഷ്യവംശത്തിന്റെ ജീവസത്തയായിട്ടുള്ള സംസ്കാരത്തെ തന്നെ അപനിർമ്മിക്കുന്ന അപകടകരമായ ഒരു സവർക്കറിസ്റ്റ് ശാസ്ത്രമാണ് ഈ മോഹൻ ഭഗവത്തും ജയസൂര്യയും ഒക്കെ പ്രൈധാനം ചെയ്യുന്നത്. അതിനെ എതിർക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടനയും റിപ്പബ്ലിക്കിനെയും രക്ഷിക്കാനുള്ള മുന്നുപാധിയാണ്. ശരി, അനിൽ ബോസ്, ഈ രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ പോലും
അവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കാതെ അവരതിനെ ഉപയോഗിക്കുന്നതിനെ എങ്ങനെ എതിർക്കും? ജയസൂര്യൻ പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യം ഞങ്ങൾ നടപ്പാക്കി, അതിനെ എൻക്യാഷ് ചെയ്യുന്നു. നിങ്ങൾ ആ രാഷ്ട്രീയത്തെ എതിർക്കാതെ അവർ രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്ന് ആക്ഷേപിച്ചിട്ട് എന്ത് കാര്യം? അവർ മുതലെടുത്തിരിക്കും. അല്ല, അവരവരുടെ ജോലി ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ടോ അല്ല ഒന്നിലധികം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ടോ ഞങ്ങളെടുക്കുന്ന സെക്കുലർ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതവികാരം ആളിക്കത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ പൊതു താല്പര്യം മുൻനിർത്തിയുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രതിപക്ഷത്താണ് കോൺഗ്രസ്, മറ്റൊരുപാട് പാർട്ടികളുണ്ട്. ഞങ്ങളെടുക്കുന്ന സ്റ്റാൻഡ് എന്താ? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടൊരു ഭരണകൂടത്തിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപാകെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പുൽവാമ ഇവർ ചർച്ച ചെയ്തു. ഈ രാജ്യത്തിന് വേണ്ടി സേവനം സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ഒരു വിഭാഗത്തെ ആസൂത്രിത കൊലയാണ് ചെയ്തത്. കൊല ചെയ്തു. ഇത് ഞാൻ പറയുന്നതല്ല, അവരുടെ സഹയാത്രികനായ ഗവർണർ തന്നെ, വിവിധ സംസ്ഥാനങ്ങളിൽ ചുമതല വഹിച്ച ഗവർണർ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സൈനികരെ കൊല ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ രാമനെ വിൽക്കാൻ ശ്രമിക്കുന്നു. അതവർ ചെയ്യും. രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ചർച്ചയിലും ഞങ്ങൾ പറയുന്നത് പോലെ, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇവർ അമ്പലത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പട്ടിണിയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, ദുരിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇവർ ഭഗവത് ബിംബത്തിൻ്റെ മുന്നിൽ കമന്ന് കിടക്കുന്ന ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ വെച്ച് അദ്ദേഹത്തെ രാമനേക്കാൾ വലിയ ദൈവമാക്കി മാറ്റുന്ന പ്രചരണങ്ങൾ നടത്തും. ഇത്തരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ, വർഗീയ വിഭജന വിഘടനവാദ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ടെന്നേ. എല്ലാ കാലത്തും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ ഉള്ളപ്പോൾ എതിർത്തിട്ടുണ്ട്, അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരം ഡിബേറ്റുകളിൽ വളരെ പ്രധാനമായും മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇത് കേൾക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത് ഇവർക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കരുത്. അവരാഗ്രഹിക്കുന്ന അതാണ്. നിങ്ങൾ കാണുന്നില്ലേ, സകല വർത്തമാന പത്രങ്ങളുടെയും ഒന്നാം പേജ് രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാമവിഗ്രഹത്തിൻ്റെ മുന്നിൽ കമന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം സർക്കാർ ചെലവിലും ട്രസ്റ്റ് ചെലവിലും പണം മുടക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നാമ്പുറ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ ചർച്ചയ്ക്ക് പുറകെ പോകുന്ന എന്തിനാണ്? ഈ രാജ്യത്തെ വിശ്വാസമുള്ളവർ വിശ്വാസമുള്ളിടത്ത് പോട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നയപരിപാടികൾ ആവിഷ്കരിക്കട്ടെ. നിങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഒരു ഭരണാധികാരിയിൽ നിന്ന്, ഒരു മന്ത്രിയിൽ നിന്ന്, ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന്, രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്, ഒരു തലമുറയുടെ രക്ഷയെക്കുറിച്ചാണ്, കുടുംബങ്ങളുടെ പട്ടിണി അകറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച അതിലൊരു ഉപരിപ്ലവത രാജ്യത്തിന്റെ മതേതര സ്വഭാവം തന്നെ മാറ്റുന്ന രീതിയിൽ ഒരു ഭരണകൂടം പെരുമാറുമ്പോൾ അവിടെ നിങ്ങൾ അതൊക്കെ മറന്നേക്കും, അതൊന്നും മിണ്ടരുത്, അതിനെപ്പറ്റി ചർച്ചയെ ചെയ്യരുത്. പകരം ജനങ്ങളുടെ പ്രശ്നത്തെ പറ്റി പറയുമെന്ന് പറയുന്ന ഒരു തരം ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് അതേ രാഷ്ട്രീയമാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാനും അജിംസും ഈ ഇരിക്കുന്ന പാനലിസ്റ്റിൽ പെടുന്ന ആളുകളും പാനലിലുള്ള ആളുകളും നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്നതാണോ ഈ ഭരണഘടനാ ഭേദഗതിയും മറ്റു കാര്യങ്ങളും? നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത്, മൃഗീയ ഭൂരിപക്ഷം ഈ രാജ്യത്തെ ജനത ഇവർക്ക് കൊടുത്തില്ലേ? പുൽവാമ എന്ന് പറയുന്ന കബളിപ്പിക്കൽ നാടകം കളിച്ചപ്പോൾ കൊടുത്തില്ലേ? ഈ രാജ്യത്തിന് വേണ്ടി പാവപ്പെട്ട ആളുകൾ കോവിഡിലും ലോക്ക്ഡൗണിലും പട്ടിണി അനുഭവിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കി അനുദിനം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ രക്ഷിച്ച ഒരു ഗവൺമെൻറ്റിനെ ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നില്ലേ? ഈ രാജ്യത്ത് ഓരോ ആളുകൾക്കും പ്രതിവർഷം തൊഴിൽ ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട്, അവർക്ക് അല്ലെങ്കിൽ പകരം വേതനം സമ്മാനിച്ചുകൊണ്ട് ക്ഷേമകരമായ നടപടി സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റിനെ ഇവർ മറന്നില്ലേ? കേവലം ഒരു പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിന് പോയ ജനത ഈ ദുരിതം അനുഭവിക്കുമ്പോഴും ആ ദുരിതത്തിൽ നിന്ന് അനുഭവപാഠം ഉൾക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കണം. ആ തിരുത്താൻ ശ്രമിക്കണമെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം നൽകിയ ജനത തിരിച്ചറിയണം, ഇവർ വഞ്ചകരാണ്,
ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയും കൂട്ടരും ഈ രാജ്യത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് അവരറിയണം. അതിന് അത്ര ശരി. വിഷയങ്ങൾ ശരി. കബളിപ്പിച്ച കഥകൾ പറയണം. ശരി. കബളിപ്പിക്കാൻ രാജ്യത്തിന്റെ പോകുന്ന യഥാർത്ഥ കഥകൾ പ്രശ്നം പറയണം. എന്താണ് എന്ന് ഇവിടെ ജനങ്ങളെ അവർക്കുള്ള നിരന്തരം ഭൂരിപക്ഷം ഓർമ്മിപ്പിക്കേണ്ട 2024 ജോലി ആര് തെരഞ്ഞെടുപ്പ് ചെയ്യും? നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ചെയ്യുമോ, പ്രതിപക്ഷം ചെയ്യുമോ, ആര് ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ബാക്കിയാവുന്ന പ്രധാന ക്വസ്റ്റ്യൻ. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ഇത്രയും സംസാരിച്ചു.